ലാസ്റ്റ് ഇയർ SR പ്രവീൺ എഴുതിയൊരു ആർട്ടിക്കിൾ വൻ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് വിവാദമായത് SR പ്രവീണിൻ്റെ ആർട്ടിക്കിൾ ആയത് കാരണമല്ല, പക്ഷേ അത് ഷെയർ ചെയ്തത് അഞ്ജലി മേനോൻ ആയിരുന്നു. ഇത് ബേസ് ചെയ്ത് ലാസ്റ്റ് ഇയർ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ എന്തിനാണ് ഇപ്പോൾ പഴയ വിവാദം കുത്തിപ്പോക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു റീസൺ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. SR പ്രവീണിൻ്റെ ആർട്ടിക്കിൾ ഇത്ര വിവാദമായതിനു ശേഷം അൺവാണ്ടഡ് ചില മീംസ് വന്നിരുന്നു. അതിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ മീം ഞാൻ നോട്ട് ചെയ്തിരുന്നു. നിമിഷ സജയൻ, പാർവതി തിരുവോത്ത്, റീമ കല്ലെങ്കിൽ ഇവരെ വെച്ച് വന്ന മീമായിരുന്നു. അന്ന് ഇതൊരു ജോക്ക് പോലെയാണ് സ്പ്രെഡ് ചെയ്തിരുന്നത്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫീമെയിൽ വെർഷൻ വന്നാൽ കോമഡി ആവും, ഇങ്ങനത്തെ ഒരു സിനാരിയോ വെച്ചിട്ടൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം ചിന്തിക്കാനാവില്ല. ഇതായിരുന്നു അന്ന് വന്നിരുന്ന കമൻസ് ഒക്കെ. പക്ഷേ റിയാലിറ്റിയിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫീമെയിൽ വെർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീമെയിൽ സെൻട്രിക് ഫിലിമുണ്ട്. 2005 പുറത്തു വന്ന ദ ഡെസൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പോയിന്റുകളിൽ പറയാം. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ ആണെന്ന് പറയുമ്പോൾ ഇത് മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ വരുന്നൊരു സിനിമയെ അല്ല. ഇനീഷ്യൽ സെഗ്മെൻറ്റ്സ് കാണുമ്പോൾ മറ്റൊരു സർവൈവൽ ത്രില്ലർ പോലെ തോന്നുമെങ്കിലും ഇത് അതല്ല. ഒരു ഓവറോൾ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സിലുള്ള പല കാര്യങ്ങളുടെയും ഒരു ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു സിനിമയാണ് ദ ഡെസൻറ്റ്. മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലൊരു യൂണിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. 6 വുമൻസ്, അതിൽ ഓരോരുത്തർക്കും ഭയങ്കര കോംപ്ലക്സ് ആയ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഈ സിനിമയുടെ അകത്ത് ആരും ചെന്ന് സുഭാഷെ എന്ന് വിളിക്കാൻ പോലും വരില്ല. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഹോപ്പിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണെങ്കിൽ ദ ഡെസൻറ്റ് എന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യം പോലും പ്രതീക്ഷിക്കരുത്. മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിനുണ്ടാകുന്ന ട്രോമാറ്റിക് ഇവൻറ്റ്സ് ആ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സിനിമയുടെ നരേറ്റീവിൽ വരെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പോകുന്നത് സുഭാഷിൻ്റെ ചൈൽഡ്ഹുഡ് ഇവൻറ്റ്സ് ഈ റെസ്ക്യൂ മിഷൻ്റെ ഒപ്പം പാരലലി പ്ലേസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ദ ഡെസൻറ്റിലെ ഒരു ക്യാരക്ടറാണ് സാറ. ഇവർക്കുണ്ടാകുന്ന ഒരു ട്രോമാറ്റിക് ഇവൻറ്റും സിനിമയുടെ നരേറ്റീവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ മഞ്ഞുമൽ ബോയ്സിൽ പ്ലേസ് ചെയ്യുന്ന പോലെയല്ല അത് ഇതിൽ പ്ലേസ് ചെയ്യുന്നത്. എങ്കിലും ക്ലസ്ട്രോഫോബിയ പോലെയുള്ള എലമെൻസും ഇതിലും വരുന്നുണ്ട്. പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് ഡെസൻറ്റിൽ നിന്ന് ചില ഇൻഫ്ലുവൻസുകൾ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അഫ്കോഴ്സ് മഞ്ഞുമൽ ബോയ്സ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് എടുത്തൊരു സിനിമയാണ്. പക്ഷേ സിമിലറായി തോന്നിക്കുന്ന ചില സീൻസ് ഉണ്ട് രണ്ട് സിനിമയിലും. പിന്നെ അധികമാരും പ്രവേശിക്കാത്തൊരു കേവിൻ്റെ അകത്ത് കയറുമ്പോൾ സംഭവിക്കുന്നൊരു ഇവൻ്റാണ് രണ്ട് സിനിമകളുടെയും ഒരു കോമൺ ത്രെഡ്. ഹൊറർ സിനിമകൾ ഞാൻ എത്ര വേണമെങ്കിലും കാണുമെങ്കിലും എനിക്ക് അതിനേക്കാൾ കാണാൻ പാടുള്ളൊരു ജോൺറയാണ് സർവൈവൽ ത്രില്ലേഴ്സ്. വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു കാരണത്താൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നു. സോ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതൊരു സിനിമ കാണിക്കുമ്പോൾ രക്ഷപ്പെടുന്ന ആ ഒരു സെഗ്മെൻറ്റ് വരെ എനിക്ക് ഈ ഒരു ജോൺറയുള്ള സിനിമകൾ കാണാൻ വല്ലാത്ത പേടിയാണ്. എസ്പെഷ്യലി ക്ലസ്ട്രോഫോബിയ ഉള്ള ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ അതെനിക്കൊരു ഫിയർ ഫാക്ടറാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ അകത്തുള്ള കേവ് സെഗ്മെൻറ്റ്സും ഈ സുഭാഷിൻ്റെ പെർസ്പെക്റ്റീവുള്ള സെഗ്മെൻറ്റ്സ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഈ സിനിമ പെട്ടെന്ന് തീർന്നു കിട്ടണേ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദി ഡസൻറ്റ് ഇതിലും ഡാർക്കറാണ്. അതൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു സിനിമ പോലും അല്ലായിരുന്നു. ദി ഡസൻറ്റ് എന്ന സിനിമയ്ക്ക് 2 ടൈപ്പിലുള്ള കട്ടുണ്ട്. ഒന്ന് തിയേറ്ററിക്കൽ കട്ട് ആൻഡ് വേറെയുള്ളത് അൺറേറ്റഡ് കട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിക്കൽ കട്ട് കൂടുതലും ഒരു കൺവെൻഷണൽ സ്റ്റൈലുള്ള സിനിമ പോലെയാണ്. പിന്നെ അതിലൊരു ലൈറ്റർ അപ്രോച്ചാണ്. പക്ഷേ അൺറേറ്റഡ് അങ്ങനെയല്ല. എക്സ്റ്റെൻഡഡ് ആയ കോൺവെർസേഷൻസ് ഉണ്ട്. ആൻഡ് ഈ വേർഷൻ ഭയങ്കര ഡാർക്കറാണ്. ആൻഡ് ഈ ഒരു വെർഷന് ഡിഫറെൻ്റ് ആയൊരു എൻഡിങ് ആണ് ഉള്ളത്. പിന്നെ ഞാൻ ഒരുമാതിരി ഈ സിനിമയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാത്തത് ഇത് സർപ്രൈസ് എലമെൻറ്റ്സ് അത്യാവശ്യം ഉള്ളത് കാരണമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.